ചോക്കിംഗ്. ചോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഭക്ഷണ പദാർത്ഥം ശ്വാസകോശത്തിൻ്റെ കോയിലിൻ്റെ ഉള്ളിലേക്ക് കയറി ഈ ആൾക്ക് ശ്വാസതടസ്സം നേരിടുന്ന ഒരു സിറ്റുവേഷനാണ്. ഈ കണ്ടീഷൻസിൽ ആൾക്കാർക്ക് ചുമയ്ക്കാൻ വേണ്ടി ശ്രമിക്കും, പക്ഷെ ചുമ വരില്ല. അവർ കഴുത്ത് ഞെക്കി പിടിക്കാൻ വേണ്ടി ശ്രമിക്കും, നമ്മുടെ ഫേസിൽ മൊത്തം ഒരു കൺജഷൻ വരും. ആകെ മൊത്തം നമുക്കൊരു ശ്വാസം തീരെ കിട്ടാത്ത രീതിയിലുള്ള ഒരു എമർജൻസി സിറ്റുവേഷനാണ്. ഈ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് തന്നെ നമ്മൾ റിയാക്ട് ചെയ്യണം. ആ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ടെക്നിക്കിന്റെ പേരാണ് ഹെയിംലിച്ച് മാനുവർ എന്ന് പറഞ്ഞാൽ. ഉടൻ തന്നെ നമ്മൾ ആ വ്യക്തിയുടെ പിന്നിൽ പോയി നിന്ന് ഒരു കൈ കൊണ്ട് അയാളുടെ വയറിന്റെ മേലെ അല്ലെങ്കിൽ ചെസ്റ്റിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് അതിന്റെ മുകളിൽ നമ്മുടെ മറ്റേ കൈ കൊണ്ട് മുകളിലോട്ടും ഉള്ളിലോട്ടും നമ്മളൊരു ത്രസ്റ്റ് കൊടുക്കണം. ആബ്ഡമിനൽ ത്രസ്റ്റ് ആണ് ഇതിന്റെ പേര്. അമിതവണ്ണമുള്ള ഒരാളോ അല്ലെങ്കിൽ ഗർഭിണികളോ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇത്തിരി മേലെ ചെസ്റ്റിൽ ആയിരിക്കും നമ്മൾ ത്രസ്റ്റ് കൊടുക്കേണ്ടി വരിക. ഭക്ഷണ പദാർത്ഥം പുറത്തെത്തുന്നത് വരെ നമ്മളിത് ചെയ്യണം. കുഞ്ഞു കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ അവരെ മലർത്തി കടത്തി അവരുടെ പുറകിൽ ഷോൾഡർ ബ്ലേഡിന്റെ ഇടയിലായിട്ട് നമ്മൾ വീണ്ടും ത്രസ്റ്റ് കൊടുക്കണം. തിരിച്ച് പിന്നെ കടത്തി ചെസ്റ്റിലും വീണ്ടും ത്രസ്റ്റ് കൊടുക്കണം. ഇവിടെയും നമ്മൾ ഭക്ഷണ പദാർത്ഥം പുറത്തെത്തുന്ന വരെ തന്നെ ഈ ടെക്നിക്ക് ചെയ്യേണ്ടതാണ്. CPR പോലെ തന്നെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ടെക്നിക്കാണിത്. കാരണം എമർജൻസിയിൽ നമ്മളിത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ജീവൻ തന്നെ രക്ഷിക്കാൻ പറ്റും.